കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാർ അരുൾ ചെയ്ത്, ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പട്ടണത്തിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ. ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന് ദിവസങ്ങളാണവ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും. അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്യും. വിജാതിയുടെ നാളുകൾ പൂർത്തിയാകുന്നത് വരെ അവർ ജെറുസലേമിനെ ചവിട്ടിമെതിക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും. സംഭവിക്കാൻ പോകുന്നവ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ ഹസ്തപ്രജ്ഞരാകും. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ആഴ്ചയിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വചനഭാഗം നമുക്ക് എപ്പോഴും ധ്യാനിക്കുവാനായിട്ട് തരുന്നത് മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചും ആ ഒരു ദിവസത്തിനു വേണ്ടി ഒരുക്കമുള്ളവരായി നമ്മൾ ജീവിക്കണമെന്നുള്ളത് നമ്മളെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ വായിച്ചു കാണുന്ന സുവിശേഷത്തിൽ ജെറുസലേമിൻ്റെ ആ ഒരു വലിയ പതനം, അതുപോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും അവിടെ എഴുതപ്പെടുകയാണ്. ഇതിലൂടെയൊക്കെ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ കാര്യം, അതായത് നമ്മൾ പേടിക്കേണ്ട കാര്യമല്ല, ഭയപ്പെടുകയല്ല, മറിച്ച് ജാഗ്രതയോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും, അതുപോലെ തന്നെ മനുഷ്യപുത്രൻ വരുന്ന സമയത്ത് അവനെ സ്വീകരിക്കുവാനായി അവന് ശിരസ്സുയർത്തി നിൽക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നുള്ളതാണ്. ദൈവം മനുഷ്യപുത്രൻ്റെ മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അത് ആർക്കാണ്, അത് എപ്രകാരമാണ് നമുക്ക് സാധിക്കുക? 112-ാം സങ്കീർത്തനം പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ദൈവത്തോട് നീതിയോടെ ജീവിക്കുന്നവൻ, നീതിയോടെ പ്രവർത്തിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവൻ, എല്ലാ രീതിയിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കാൻ പറ്റും. അതായത് ദൈവഭക്തൻ്റെ ഒരു വലിയ സന്തോഷമാണ്. ആ ഒരു സന്തോഷമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കാം. അല്ലാത്ത പക്ഷം നമ്മളെപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ ശിരസ്സ് കുനിച്ച് നിൽക്കേണ്ടവർ നമ്മുടെ ജീവിതങ്ങളെ നോക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അതായത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ദൈവം മനുഷ്യപുത്രൻ്റെ മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കുവാനും ദൈവത്തോടൊപ്പമുള്ള സഹവാസവും. നമ്മളിന്ന് വായിച്ച് കേട്ട ഒന്നാമത്തെ വായനയിൽ ശക്തനും ധീരനുമായ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ദാനിയേൽ സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടു. കാരണം രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് രാജാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതേസമയത്ത് ദാനിയേലിൻ്റെ ഏറ്റവും വലിയ ബോധ്യമെന്ന് പറയുന്നത് ശക്തനും ധീരനും സർവശക്തനുമായ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റാരെയും ദൈവമായി കണ്ട് ആരാധിക്കാൻ പാടില്ല. അതുകൊണ്ട് രാജാവല്ല, രാജാവിൻ്റെ ആരൊക്കെ എന്തൊക്കെ പറയുന്നത് പറഞ്ഞാലും അതിനേക്കാൾ ഉപരിയായി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും. ആ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. മരണം പോലും നമ്മുടെ മുൻപ് വന്ന് നമ്മളെ പല്ലിളിച്ച് കാണിക്കുമ്പോഴും അതിനൊക്കെ നോക്കി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുന്നു എന്നുള്ള ശക്തമായ ഒരു നിലപാടെടുത്ത ദാനിയേലിനെ കാണാൻ പറ്റും. അതുകൊണ്ട് പറയുന്ന കാര്യം ഇതാണ്, അവൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവനൊരു പോറൽ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്, ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് നമ്മുടെ വിശ്വാസ ജീവിതമാണ്. നമുക്ക് ആകുലതകളും ടെൻഷനൊക്കെ ഉണ്ടാകും, പക്ഷേ പലപ്പോഴും ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് നമ്മുടെ വിശ്വാസ ജീവിതമാണ്.
അപ്പോൾ അതിനെയൊക്കെ എപ്രകാരം അതിജീവിക്കണം, എപ്രകാരമായിരിക്കണം നമ്മുടെ ആഴമായ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയബോധം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നൊരു വചനഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടോ ഒന്നാമത്തെ വായനയിൽ. പ്രിയപ്പെട്ടവരെ, ഈ 2 വചനഭാഗങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി, ജീവിതശൈലിയുടെ ഭാഗമാക്കി നമ്മൾ ദൈവത്തോട് ചേർന്ന് നീതിയോടെ, സ്നേഹത്തോടെ, കരുണയോടെയൊക്കെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മളെ മാനിക്കും. ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന് വില കൊടുത്ത് ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്കും വില കൽപ്പിക്കും. ഈ ഒരു വലിയ ബോധ്യമാണ് വചനഭാഗം നമുക്ക് തരിക. പ്രിയപ്പെട്ടവരെ, മനുഷ്യപുത്രൻ്റെ ആഗമന സമയത്ത് കർത്താവിനെ സ്വീകരിക്കുവാനായുള്ള ഒരുക്കമുള്ളവരായി, ജാഗ്രതയോടെ ഒരുക്കമുള്ളവരായി നിൽക്കുവാനും അവിടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഓരോ യഥാർത്ഥ ക്രിസ്ത്യാനികളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ടുള്ള ആ ഒരു വലിയ കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.